മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാപ്പി ആണ് എന്ന് വിചാരിക്കണോ? ഹാപ്പി അല്ലേ? യെസ്, നമുക്ക് വളരെ സന്തോഷത്തിന്റെ ദിവസങ്ങളാണ് ഇനിയുള്ളത്. കാരണം വളരെ സന്തോഷമായിട്ട്, ഹാപ്പി ആയിട്ട്, പീസ്ഫുൾ ആയിട്ട് പഠിച്ചാലാണ് കാര്യങ്ങൾ അവിടെ നിൽക്കുള്ളൂ അല്ലേ? അപ്പോൾ ഇത് എന്തിന്റെ കാര്യമാണ് ടീച്ചർ പറയുന്നതെന്ന് മനസ്സിലായോ? യെസ്, CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാം അല്ലേ? LSS എന്നുള്ളത് പേര് മാറ്റിയതാണ്. ചീഫ് മിനിസ്റ്റർ ഒരു സ്കോളർഷിപ്പ് തരികയാണ് നമുക്ക് അല്ലേ? അതിനു വേണ്ടിയിട്ടുള്ള എക്സാം ആയതുകൊണ്ടാണ് CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാം എന്നുള്ള ആ ഒരു പേര്. അപ്പൊ ഞാനിവിടെ വന്നിരിക്കുന്നത്, നമുക്ക് LSS പരീക്ഷയ്ക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് അല്ലേ? വൺ വേർഡ് ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ, അപ്പോൾ CM കിഡ്സ് സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് സാധ്യതയുള്ള ചില ഒളിമ്പിക്സ് റിലേറ്റഡ് ചോദ്യങ്ങൾ, പിന്നെ കുട്ടികളുടെ അവകാശങ്ങൾ, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് പാഠത്തില്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് എന്നാണ്. കളിക്കാം ചിരിക്കാം എന്ന് പറയുന്ന 4ാമത്തെ യൂണിറ്റില് നമ്മൾ ഒളിമ്പിക്സ് പരിശീലനം എന്ന് പറയുന്ന ഗീതാഞ്ജലി എഴുതിയ ഒരു കഥ പഠിക്കുന്നുണ്ട് നമ്മൾ. മനോഹരമായ ഒരു കഥയാണ്. ദിയക്കുട്ടിയും അമ്മമ്മയും കൂടെ ഒളിമ്പിക്സ് കാണുന്നതും അതില് ദിയക്കുട്ടിക്ക് ഒളിമ്പിക്സിനോട് ഇഷ്ടം തോന്നുന്നതും അല്ലേ? അപ്പൊ അമ്മമ്മയും അവളും കൂടെ പരിശീലിക്കുന്നതും ഒക്കെയാണ്. അപ്പോൾ ഈ പാഠവുമായിട്ട് ബന്ധപ്പെട്ടുള്ള LSS ചോദ്യങ്ങൾക്ക് ഒരു സാധ്യതയില്ലേ? ഉണ്ട്. അതിനു മുൻപായിട്ട് എനിക്കിതാ പറയാനുള്ളത്, ഇത് നോക്കി, ഏർലി ബേർഡ് ഓഫർ എന്ന് പറയുന്നൊരു ഓഫർ ഉണ്ട് നിങ്ങൾക്ക്. എന്താണത്? സൈലത്തിന്റെ എൻഡ് ഗെയിം ബാച്ചാണ്. അപ്പൊ ആദ്യം തൊട്ടുള്ള പാഠങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു ബാച്ചാണ് കേട്ടോ, എൻഡ് ഗെയിം ബാച്ച് എന്ന് പറയുന്നത്. അതിൽ ജോയിൻ ചെയ്യാത്തവരെ എല്ലാവരും ജോയിൻ ചെയ്യാ. ഇത് നോക്കൂ, ഇതാണ് നമ്പർ 9954000800 എന്ന് പറയുന്ന നമ്പറിലേക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്യാട്ടോ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ, ഇതാ 849 രൂപ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാം. 4ാം ക്ലാസ്സിന് ഒരു ബേസ് കിട്ടിയിട്ട് 5ാം ക്ലാസ്സിലേക്ക് പോയിട്ട് കാര്യമുള്ളൂ അല്ലേ? ഇപ്പൊ ആനുവൽ എക്സാം വരുന്നുണ്ട്, നമ്മുടെ CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാം വരുന്നുണ്ട്. സോ എല്ലാവരും ഫാസ്റ്റ് ആയിട്ട് ഇതിൽ ജോയിൻ ചെയ്യാ. ഇപ്പൊ തന്നെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാട്ടോ. അപ്പോ ഞാൻ ഇനി ഒളിമ്പിക്സിനെ കുറിച്ച് പറയാം. ഒളിമ്പിക്സിനെ പറ്റി ഒരു ചെറിയ ധാരണ നിങ്ങൾക്ക് വേണ്ടേ അല്ലേ? എന്താണ് ഈ ഒളിമ്പിക്സ് എന്ന് പറയുന്ന സംഗതി? എന്താണ്? ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് കായിക താരങ്ങള് വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് അല്ലെ? വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന വലിയൊരു കായിക മാമാങ്കമാണ് എന്ത്? ഒളിമ്പിക്സ് എന്ന് പറയുന്നത്. 200-ലധികം രാജ്യങ്ങൾ എന്തില് പങ്കെടുക്കുന്നുണ്ട്? ഈ ഒരു രാജ്യങ്ങളിൽ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നുണ്ട് കേട്ടോ. 200-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള കായിക താരങ്ങള് നമ്മുടെ ഒളിമ്പിക്സ് ഗെയിംസിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത് എത്ര വർഷം കൂടുമ്പോഴാണ് നടക്കുക? 4 വർഷം കൂടുമ്പോഴാണ് നമ്മുടെ ഒളിമ്പിക്സ് നടക്കാറുള്ളത്. ഇനി നമ്മൾ പറഞ്ഞു, എനിക്കിതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് ഇതാ, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇതിലെ പല വളയങ്ങളുണ്ട്, ഇതൊക്കെ നമ്മൾ നോക്കി വെക്കണം. അതിലപ്പുറം സ്റ്റേറ്റ്മെന്റ് വൈസ് ഒരു ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു ഭാഗത്ത് ഞാൻ പറയുകയാണ് മക്കളെ. നോക്കണേ, കുട്ടികൾക്ക് കുറേ അവകാശങ്ങളുണ്ട്. നമ്മൾ ആ ഒരു പാഠഭാഗത്തിൽ പഠിക്കുന്നുണ്ട്. ദിയക്കുട്ടിയുടെ അമ്മമ്മ ദിയക്കുട്ടിയെ കേട്ടിരിക്കുന്നു, ദിയക്കുട്ടിയുടെ കൂടെ കളിക്കുന്നു. അപ്പോൾ ദിയക്കുട്ടിക്ക് അവിടെ നിന്ന് കിട്ടുന്നത് എല്ലാ വിധത്തിലുള്ള ഒരു സ്വാതന്ത്ര്യമാണ് അല്ലെ? എല്ലാ വിധത്തിലുമുള്ള ഒരു പരിഗണനയുമാണ്. അവൾക്ക് വാത്സല്യം കിട്ടുന്നുണ്ട്, സ്നേഹം കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള അവകാശം ഓരോ കുട്ടികൾക്കും ഉണ്ട്. നിങ്ങളടക്കമുള്ള ഓരോ കുട്ടികൾക്കും അവകാശപ്പെട്ട ചില അവകാശങ്ങളുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, കുട്ടികളുടെ അവകാശങ്ങൾ എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കണം. ഇതൊരു പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങള് എന്താണ് ആരെങ്കിലും ചോദിച്ചാൽ ഉത്തരം പറയാനോ ഒന്നും വേണ്ടിയിട്ടല്ല. ഇത് നിങ്ങൾ ഇത് നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. ഒരു കുട്ടിക്ക് സംസാരത്തിനും അവളുടെ ആശയങ്ങള്, എനിക്ക് ഇന്ന കാര്യങ്ങൾക്ക് അഭിപ്രായമുണ്ട്, അതിനൊക്കെയുള്ള ഒരു അവകാശം നമുക്ക് നൽകുന്നുണ്ട്. നമുക്കത് അവകാശപ്പെട്ടതാണത്. പിന്നെ ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം, നമ്മുടെ ജീവൻ സംരക്ഷിക്കുന്നത്. അതുപോലെ നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യം, നമുക്കൊരു വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടാവും അല്ലെ? ഓരോരുത്തർക്കും ഓരോരുത്തരതായിട്ടുള്ള ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഫ്രീഡം നമുക്ക് വേണം. ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഫ്രീഡം നമുക്ക് വേണം. അതായത് എനിക്ക് എൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട്. ചില വസ്ത്രങ്ങൾ ഇടാന്, അതുപോലെ ചില ഭക്ഷണം കഴിക്കാന്, ചില കാര്യങ്ങൾ പറയാന്, അത് നിങ്ങൾക്ക് കിട്ടണം അല്ലെ? അതുപോലെ പങ്കാളിത്തത്തിനുള്ള അവകാശം.
മറ്റുള്ളവരായിട്ട് പങ്കുചേർന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള അവകാശം, അവഗണനകളിൽ നിന്നുള്ള സംരക്ഷണം. നിങ്ങളെ ആരും അവഗണിക്കാനൊന്നും പാടില്ല. നീ കുട്ടിയല്ലേ എന്ന് പറഞ്ഞിട്ടൊന്നും അവഗണിക്കാൻ പാടില്ല. അല്ലെങ്കിൽ നീ കറുത്തവനല്ലേ, അങ്ങനെ നീ പാവപ്പെട്ടവനല്ലേ എന്നൊന്നും പറഞ്ഞ് നമ്മളെ അവഗണിക്കാൻ പാടില്ല. പിന്നെ കളിക്കാനും പഠിക്കാനുമുള്ള അവകാശം. പിന്നെ എന്താണ്, കളിക്കാൻ നിങ്ങളെ സമ്മതിക്കാറില്ലേ? അല്ലെ, പഠിക്കുന്നത് പോലെ തന്നെ കളിക്കാനും സമ്മതിക്കാറില്ലേ? സ്നേഹവും സുരക്ഷയും നൽകുന്ന കുടുംബവും സമൂഹവും ലഭ്യമാകാനുള്ള അവകാശം. മക്കളെ, ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമുക്കുള്ള അവകാശങ്ങള്. അപ്പോൾ ഇതില് 2 തന്നിട്ട് ഇതാ എന്താണ്, ഇത് രണ്ടും ഇപ്പോ ഒരു താഴെ പറയുന്നവയിൽ കുട്ടികളുടെ അവകാശമല്ലാത്തത് എന്ന് പറഞ്ഞു തന്നാല്, അല്ലെങ്കിൽ കുട്ടികളിൽ അവകാശങ്ങളിൽ പെടുന്നത് ഏത് എന്ന് ചോദിക്കും. അപ്പൊ ചിലപ്പോ പങ്കാളിത്തത്തിനുള്ള അവകാശം, അവഗണനകളിൽ നിന്നുള്ള സംരക്ഷണം, കളിക്കാനുള്ള അവകാശം, പിന്നെ സ്നേഹവും സുരക്ഷയും നൽകുന്ന കുടുംബവും സമൂഹവും ലഭ്യമാകാനുള്ള അവകാശം. അതായത് സ്നേഹവും സുരക്ഷയും നൽകുന്ന ഒരു കുടുംബം, നമ്മളെ ദിയക്കുട്ടിക്ക് അങ്ങനെ ഒരു കുടുംബമുണ്ട്, നിങ്ങൾക്കും ഉണ്ടല്ലോ അല്ലേ? അങ്ങനെ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോ ഇതിൽ നിന്ന് ഏത് വന്നാലും നിങ്ങൾ എന്ത് എഴുതണം? ഇതിൽ നിന്ന് ഇത്രയും 4 ഓപ്ഷനുകളിലായിട്ട് തന്നിട്ട് ഇതിൽ ഏതാണ് അല്ലാത്തത്, ആവുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ ഇതെല്ലാം ശരിയാണ്. എയും ബിയും സിയും ഡിയും ശരിയാണ് എന്ന് എഴുതാം. അതുപോലെ എല്ലാം ശരിയാണ് എന്ന് എഴുതാം. ചിലപ്പോ നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും കുട്ടികളുടെ അവകാശങ്ങളിൽപ്പെട്ട അവകാശത്തെ പറ്റി എഴുതുക എന്ന് ചോദിച്ചാലേ നമുക്ക് എഴുതണ്ടേ? അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കണം. കാരണം ചോദ്യങ്ങൾ മാറിയതാണ്, മാറി മറിഞ്ഞതാണ് അല്ലേ? അപ്പോ നമ്മൾ പ്രതീക്ഷിക്കണം ഇത്തരം ചോദ്യങ്ങൾ. അതുകൊണ്ടാണ് ഇത് ടീച്ചർ പറഞ്ഞു, പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. കുട്ടികൾ എന്നുള്ള നിലയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ബാച്ചിന്റെ കാര്യം മറന്നു പോകണ്ട. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. ഇറ്റ്സ് മീ ശ്രുതി വൈശാഖ് ഫ്രം സൈലം ലേണിംഗ്.